വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 ഇംഗ്ലീഷിലെ 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ദെൻ ഗാന്ധി കേവും അതുപോലെ തന്നെ ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഈ 2 ലെസണിൻ്റെ സമ്മറിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നോർമലി ഇങ്ങനെ ആശയം അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ ആണ് ആൻഡ് ദെൻ ഗാന്ധി കേം. നോർമലി ഏത് സ്റ്റുഡൻറ്റിനും ഐഡിയ ഇല്ലാത്തൊരു ലെസൺ ആയിരിക്കില്ലേ, വലിയ ലെസണാണ്, ഇതിനെക്കുറിച്ച് എന്താ ഒരു ഐഡിയ ഇല്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കും. നമുക്കെന്താ ഇതിൻ്റെ ഒരു ആശയം ക്വിക്കായിട്ട് നോക്കിയാലോ. ആൻഡ് ദെൻ ഗാന്ധി കേം എന്ന് പറയുന്നത് എസ്സേ ആണ് കേട്ടോ. എസ്സേ ആണ്, നമ്മുടെ ഗാന്ധിജീനെ കുറിച്ച് എഴുതിയ ഒരു എസ്സേ ആണ് നമ്മുടെ ആൻഡ് ദെൻ ഗാന്ധി കേം എന്നുള്ള ലെസൺ. അപ്പോൾ ഇത് ആരാ എഴുതിയത്? ജവഹർലാൽ നെഹ്റു ആണ് എഴുതിയത്. അതുപോലെ തന്നെ നമുക്ക് നോർമലി അറിയുന്നതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ജനനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗാന്ധിജി എപ്പോഴാണ് ജനിച്ചത്? 2 ഒക്ടോബർ 1869 ആണ്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. അങ്ങനെ അദ്ദേഹം പഠനത്തിനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇംഗ്ലണ്ടിൽ വക്കീൽ പഠനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ വക്കീലാവുന്നു. സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, എവിടേക്കാണ് പഠനത്തിന് വേണ്ടി പോകുന്നത്? ഇംഗ്ലണ്ടിലേക്കാണ്. അതിനുശേഷം വക്കീലായിട്ട് തിരിച്ചു വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്ന, അതായത് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു തിങ്ങാണ് നമ്മുടെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കുറേ അടിമത്തും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണാനായിട്ട് ഇടവരികയാണ്. അതായത് വളരെ മോശമായ രീതിക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിമകളെ പോലെയാണ് നമ്മളെ നോക്കുന്നത്. ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി അറിവും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതെന്നൊക്കെ അങ്ങനെ ഒരുപാട് തോട്ട് നമ്മുടെ ഗാന്ധിജിയിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഗാന്ധിജി തീരുമാനിക്കുകയാണ്, ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ പോകണമെന്ന്. അങ്ങനെ ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ വരും. ആ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്യും? നമ്മുടെ ഇത്രയും, അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗാന്ധിജി എല്ലാവരും ബോധേഡാക്കുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് ഫ്രീഡം വേണം. അപ്പോൾ എന്താണ് ഫ്രീഡം? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ എയിം എന്താണ്? എങ്ങനെയെങ്കിലും, അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിയിട്ട് നമുക്ക് ഫ്രീഡം മേടിച്ച് തരിക, ഒരൊറ്റ എയിമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു ലെസണിൽ മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ്, നമ്മുടെ ഗാന്ധിജിക്ക് അറിയാമല്ലോ, നമ്മൾ ഗാന്ധിജി എപ്പോഴും പിന്തുടരുന്ന പാത എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. അതുപോലെ തന്നെ ഗാന്ധിജി എപ്പോഴും സത്യസന്ധതയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാന്ധിജിക്ക്. അപ്പോൾ ഗാന്ധിജിയുടെ അതായത് ആ ക്യാരക്ടറൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു എസ്സേ ആണ് കേട്ടോ. പിന്നെ ഗാന്ധിജിക്ക് ഡ്രഗ്സോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ ഫ്രീഡം മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പറയുന്നത്. നമുക്ക് നോർമലി ഇറങ്ങിയൊക്കെ ആകുമ്പോൾ തന്നെ എന്താണ്, ഗാന്ധിജി ഒരു സ്ട്രോങ് പേഴ്സൺ ആണ്, അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്. അങ്ങനെയൊക്കെ അങ്ങനെ വന്ന് പബ്ലിക്കിന് എന്താവാണ്, ഗാന്ധിജിയോട് ട്രസ്റ്റ് വരുന്നു, ഗാന്ധിജിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ ഒരു എസ്സേ ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ള ആൻഡ് ദെൻ ഗാന്ധി കേം എന്നുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ലെസൻ്റെ സമ്മറിയിലോട്ട് പോവാട്ടോ. ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. നമുക്ക് ഈ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, പൂക്കളുടെ വില എന്നാണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസൻ്റെ സമ്മറി നോക്കാം കേട്ടോ. ഇത് എഴുതിയത് ആരാണ്? പ്രഭാത് കുമാർ എന്ന് പറയുന്ന ആളുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ദി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് മെയിനായിട്ട് കേട്ടോ. 13 ഇയേഴ്സ് ഓൾഡായ മാഗി, അതുപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ക്ലിഫോർഡ് എന്ന് പറയുന്ന ഒരാൾ കേട്ടോ. അതായത് മാഗിയുടെ അമ്മയാണ് ഈ ക്ലിഫോർഡ് എന്ന് പറയുന്നത്. ഗുപ്ത എന്ന് പറയുന്നത് വേറൊരു പേഴ്സൺ ആണ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഡീറ്റെയിൽ ആയിട്ട് സമ്മറി നോക്കാം. അപ്പം നമ്മുടെ 13 ഇയർ ഓൾഡായ മാഗി ഉണ്ടാവുകയാണ്. മാഗിക്ക് എപ്പോഴും ഒരു ശീലമുണ്ട് കേട്ടോ. അതായത് അവിടേക്ക് ആ ഒരു ഏരിയയിലേക്ക് സാറ്റർഡേ ആവുന്ന സമയത്ത് പേ ഡേ ആണ്, അതായത് നമുക്ക് സാലറി കിട്ടുന്ന ദിവസമാണ് ഈ സാറ്റർഡേ എന്ന് പറയുന്നത്. ഈ സാറ്റർഡേയിൽ മാഗി എന്ത് ചെയ്യും, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഗുപ്തനെ കണ്ടുമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഗുപ്തനെ കണ്ടുമുട്ടാണ്. ഈ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഓഫീസറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ ഒരു സ്റ്റോറിയുടെ നറേറ്റർ എന്നും പറയാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആരെ പെടുകയാണ്? മാഗീനെ കണ്ണിൽ പെടുകയാണ്. അതായത് മാഗി ഒരു ചെറിയ വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളിപ്പോൾ തന്നെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു കുട്ടിയായിരിക്കാം. ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കറിയാം, അത്ര റോയൽ ലൈഫോ അല്ലെങ്കിൽ കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ലൈഫൊന്നും അല്ല മാഗിയുടേത്. അപ്പം നോർമൽ ഡ്രസ്സിൽ വരുന്ന ഒരു പെൺകുട്ടി എല്ലാ ശനിയാഴ്ചയും വന്നിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗുപ്ത ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മാഗി എന്ത് ചെയ്യും, മാഗി നേരെ പോയിട്ട് ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവില്ല ഒരു ഹോട്ടലിൻ്റെ, ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹത്തിന് മിസ്റ്റർ ഗുപ്തനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യക്കാരനാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നു. അത് ആര് കേൾക്കുകയാണ്? നമ്മുടെ ഗുപ്ത കേൾക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഗുപ്ത എന്ത് ചെയ്യും, ആ ഒരു കൗണ്ടറിനകത്ത് പോയി അന്വേഷിക്കും, അതായത് ആ ഹോട്ടലിലെ കൗണ്ടറിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന ചില ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇവള്. എല്ലാ ശനിയാഴ്ച മാത്രമാണ് ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാറുള്ളത്. ഈ ആ ഒരു ഡേ എന്ന് പറയുന്നത് സാലറി ഡേ ആണ്. അതുകൊണ്ട് മാത്രം ആ ഒരു ദിവസം മാത്രമാണ് ആര് വരുന്നത്, മാഗി ഇവിടെ വന്ന് കഴിക്കാറുള്ളത്. ഇവൾ പിന്നെ ആരാണ്, അടുത്തൊരു കടയിൽ തന്നെ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഇവർ രണ്ടുപേരും തമ്മിൽ കാണാനായിട്ട് ഇടയാവാണ്. സമയത്ത് നമ്മുടെ മാഗി ഗുപ്തയോട് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ്, താങ്കളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു റിപ്ലൈ മിസ്റ്റർ ഗുപ്ത പറയും, അത് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ മാഗി തീർക്കുന്നുണ്ട്. മാഗി പറയുന്നുണ്ട് അവിടെ കുറേ സ്നേക്കും കടുവകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ റിയൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഇവൾ എന്ത് ചെയ്യും, ഇവളുടെ ബ്രദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബ്രദർ എന്ന് വെച്ചാൽ ഏട്ടനാണ്. അപ്പോൾ ഏട്ടൻ്റെ പേരാണ് ഈ ഫ്രാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ പറയും, എൻ്റെ ഏട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യാണ്, പോയിട്ട് കുറേ ആയി, ഇപ്പോൾ കത്തുകളൊന്നും അധികം കിട്ടാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും ടെൻഷനിലാണ്, ഏട്ടൻ്റെ കത്ത് വരാത്തതുകൊണ്ട് വളരെ ടെൻഷനിലാണെന്നൊക്കെ പറയും. ഇത് കേട്ട ഗുപ്ത എന്ത് പറയും, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ അമ്മയോടൊക്കെ എല്ലാം സംസാരിക്കാം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം, വേറൊരു ദിവസം ഇവർ രണ്ടുപേരും കൂടിയിട്ട് മാഗീൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ മാഗീൻ്റെ വീട്ടിൽ പോകുമ്പോൾ അറിയുന്നുണ്ട് നമ്മുടെ അമ്മ, അതായത് ക്ലിഫോർഡ് എന്ന് പറയുന്ന ആ ഒരു അമ്മ എന്ത് ചെയ്യണം, കേക്ക് മേക്കറാണ്. അതായത് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഒരു കുടുംബം ജീവിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലാവാണ്, നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കും, ഗുപ്തനെ കണ്ടെന്ന് വളരെ സന്തോഷം തോന്നും. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും, ഒരു റിങ് എടുത്ത് കൊടുക്കും. ഇതെനിക്ക് എൻ്റെ മകൻ തന്നതാണ്, അതായത് എൻ്റെ മകൻ ഫ്രാങ്ക് എനിക്ക് തന്ന റിങ്ങാണ്, ഇതിനൊരു മാജിക്കൽ പവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിങ് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മകൻ ഫ്രാങ്കിന് അവിടെ സുഖമാണോ അതോ എന്തെങ്കിലും കഷ്ടങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ഗുപ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഗുപ്ത ആ സമയത്ത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഇതിലൊന്നും നോക്കിയിട്ട് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റി നമ്മുടെ ഗുപ്ത അത് നോക്കാൻ പോലും തയ്യാറാവാതെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറേ കാലത്തിന് ആരും തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗുപ്തയും മാഗിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അതൊരു ദിവസം നമ്മുടെ ഗുപ്ത എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാഗിക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെറ്റർ കണ്ട ഉടനെ മാഗി എന്താ ചെയ്യുന്നത്, മാഗിൻ്റെ അമ്മയ്ക്ക് ആ ഒരു സമയത്ത് വയ്യാതെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ മാഗി തിരിച്ചു ഒരു ലെറ്റർ അയക്കുന്നുണ്ട്, അതായത് എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ, എൻ്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് വന്ന് സമാധാനപ്പെടുത്തിയിട്ട് വേണം ഇന്ത്യയിലോട്ട് പോവാൻ എന്ന് പറഞ്ഞിട്ട് മാഗി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ആരെ വരുന്നത്, തിരിച്ച് അതായത് ഗുപ്ത വരുന്നുണ്ട്, പിന്നെയും വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്നു. ആ സമയത്ത് വീണ്ടും അമ്മ റിങ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ റിങ്ങിലൂടെ വെറുതെ, അതായത് നോക്കാൻ വല്ല മാജിക്കൽ റിങ്ങൊന്നും ആയിട്ട് ഗുപ്തയ്ക്ക് തോന്നുന്നില്ല. ഗുപ്തയെങ്കിലും അത് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഫ്രാങ്ക് അവിടെ സേഫ് ആയിട്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല അങ്ങനെ പറയും. അപ്പോൾ അമ്മ പറയും, അയ്യോ എനിക്കിപ്പോഴാണ് സമാധാനമായത്, എനിക്ക് ഇത്രയും ദിവസം അവനെ ആലോചിച്ച് ടെൻഷൻ കൂട്ടിയിട്ടാണ് ഇത്രയും വയ്യാണ്ടായത് എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മുടെ ഗുപ്ത തിരിച്ച് ഗുപ്തയുടെ വീട്ടിലേക്ക് എത്തുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, മാഗി ഡയറക്റ്റായിട്ട് ഗുപ്തയുടെ വീട്ടിനെ സമീപിക്കുന്നു. ആ സമയത്ത് ഗുപ്ത വന്ന് തുറക്കുമ്പോൾ ആരെയെ കാണുന്നത്, മാഗിനെ കാണുന്നത്. അപ്പം മാഗി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ ഫ്രാങ്ക് മരിച്ചു പോയി, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലോട്ട് പോകുന്ന വഴി അവൻ്റെ ഒരു കല്ലറയിൽ ചെന്നിട്ട് കുറച്ച് പൂക്കൾ വെക്കണം എന്ന് ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ മാഗി റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാഗി എന്ത് ചെയ്യണം, അവളുടെ കയ്യിലുള്ളൊരു ഷെല്ല് കൊടുക്കണം. ഷെല്ലെന്ന് വെച്ചാൽ പൈസയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈസ നമ്മുടെ ഗുപ്തയ്ക്ക് നേരെ നീട്ടിയിട്ടാണ് പറയുന്നത്, എൻ്റെ ഏട്ടന് വേണ്ടി കുറച്ച് പൂക്കൾ മേടിച്ച് നിങ്ങൾ കല്ലറയിൽ വെക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് കേട്ട ഗുപ്തയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. എന്നിട്ടും എന്ത് ചെയ്യണം, ഗുപ്ത അത് സ്വീകരിക്കുകയാണ്. കാരണം എന്താണ്, തൻ്റെ അനിയത്തി, അതായത് നമ്മുടെ ഫ്രാങ്കിൻ്റെ അനിയത്തി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുട്ടി അവളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പൂക്കൾ മേടിക്കാൻ പൈസ തന്നത്. പിന്നെ അതൊരിക്കലും റിജക്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ആ ഒരു പൈസ മേടിക്കുന്നതോടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ആവുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എസ്സേയും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എസ്സേയിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ഗാന്ധിജിയുടെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിൽ പറയുന്ന എന്താണ്, നമ്മുടെ ആ ഒരു ഇഷ്ടത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ലവ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു ഗുഡ് മെസ്സേജസ് ആണ് നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ലെസൺ നമുക്ക് തരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.